അങ്ങനെ വാശിയേറെ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഈ പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൽ പ്രതിപക്ഷം എന്നുള്ളൊരു വ്യവസ്ഥയില്ല എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? സാധാരണ നമ്മുടെ ലോക്സഭാ നിയമസഭാ ഇലക്ഷനുകൾക്ക് ശേഷം കേവല ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിയോ അല്ലെങ്കിൽ മുന്നണിയോ ആണ് ഭരിക്കാറുള്ളത്. ഉദാഹരണത്തിന് കേരളത്തിലെ 140 നിയമസഭാ സീറ്റുകളിൽ 70+1 പകുതിയിൽ ഒന്ന് കൂടുതൽ കിട്ടിയ പാർട്ടിയോ മുന്നണിയോ ആണ് കേരളം ഭരിക്കുക. എന്നാൽ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു കേവല ഭൂരിപക്ഷ വ്യവസ്ഥയില്ല. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടി തന്നെയാണ് ഭരിക്കാറുള്ളത്. എന്നാൽ അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടണം എന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് കോഴിക്കോടിന്റെ കാര്യം എടുക്കാം. കോഴിക്കോട് കോർപ്പറേഷനിൽ ടോട്ടൽ സീറ്റ് 78 ആണ്. എന്നാൽ ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ CPM അല്ലെങ്കിൽ LDFന് 34 സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഉണ്ടെങ്കിൽ 39 സീറ്റുകൾ കിട്ടിയ പാർട്ടിക്കോ മുന്നണിക്കോ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ CPM ആയിരിക്കും അല്ലെങ്കിൽ LDF ആയിരിക്കും ഇനി കോഴിക്കോട് ഭരിക്കാൻ പോകുന്നത്. മറിച്ച് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ UDFും BJPയും കൂടി കൈകോർക്കണം. അതെന്തായാലും കേരള രാഷ്ട്രീയത്തിൽ സംഭവ്യമല്ല. മാത്രമല്ല കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നിർബന്ധമല്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ CPMന് അല്ലെങ്കിൽ LDFന് തന്നെ കോഴിക്കോട് ഭരിക്കുകയും ചെയ്യാം. അതായത് വാസ്തവത്തിൽ പഞ്ചായത്ത് തലത്തിൽ പ്രതിപക്ഷം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ല. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് വന്നാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ എല്ലാ പാർട്ടിയിൽ നിന്ന് ജയിച്ച അംഗങ്ങളും ഉണ്ടായിരിക്കും. അതായത് ഈ ചൂടും വാശിയും ഒക്കെ ഇലക്ഷൻ കഴിയുന്നത് വരെ സാധാരണ കാണാറുള്ളൂ. ഇനി ഒരു ചോദ്യം ചോദിക്കാം. അഥവാ ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ രണ്ട് പാർട്ടിക്ക് ഒരേ സീറ്റ് കിട്ടിയാൽ അവിടെ ആര് ഭരിക്കണമെന്ന് എങ്ങനെ തീരുമാനിക്കും? ഉത്തരം അറിയുന്നവർ കമന്റ് ബോക്സിലേക്ക് വരും. താങ്ക്